ഭാര്യയ്ക്ക് തന്നെ പ്രിയപ്പെട്ട ഭർത്താവ്, ഉമ്മക്ക് തന്നെ പ്രിയപ്പെട്ട മോന്, പെങ്ങൾക്ക് തന്നെ പ്രിയപ്പെട്ട ആങ്ങള, എല്ലാവരും ഇത് ഓരോരുത്തരും അവകാശങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് വിദേശത്തേക്ക് ഓരോ വിഷമങ്ങളും പ്രശ്നങ്ങളും പറയും, കുടുംബത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ, ഇതെല്ലാം കൂടി താങ്ങാൻ പറ്റാതെ വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇടങ്ങറാവുന്നുണ്ട്. ഞാൻ പലപ്പോഴും വിദേശത്ത് പോകുമ്പോൾ അനുഭവിക്കുന്നതാണ് അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ. ഇങ്ങനെയുള്ള സമയത്ത് ഹൃദയാഘാതങ്ങൾ, ഹാർട്ട് അറ്റാക്കുകൾ കൂടുന്നു, തളർച്ചകൾ കൂടുന്നു, മരണങ്ങൾ കൂടുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണ പനി, തലവേദന പോലെയാണ് ആളുകൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നത്, കുഴഞ്ഞു വീണ് മരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് നമ്മൾ ഓരോ വാർത്തകൾ കണ്ടത്. ആലപ്പുഴ സ്വദേശി സ്വന്തം മാതാപിതാക്കളോട് യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹം 2-3 മാസത്തെ ലീവിന് വന്നതായിരുന്നു. സ്വരൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 2-3 മാസത്തെ ലീവിന് വന്നതായിരുന്നു. ആ ലീവിന് വന്ന അദ്ദേഹം മാതാപിതാക്കളോട് യാത്ര പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. കാലത്ത് 4 മണിക്കാണ് ഫ്ലൈറ്റ്, 11:30 മണിക്കോട്ടം എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി, തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി യാത്ര പറഞ്ഞ് ഇറങ്ങി വീട്ടിന്റെ പുറത്തേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. അമ്മേ, അച്ഛൻ ഞാൻ പോയി വരാം എന്ന് പറഞ്ഞ് താൽക്കാലികമായിട്ടുള്ള ഒരു പിരിയലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എങ്കിലും പൊടുന്നനെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രവാസിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം അയൽവാസികളായ ആളുകള് പ്രവാസികൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് മരിച്ചിരിക്കുന്നത്. ഒരാൾ ദുബായിലും മറ്റൊരാള് ഖത്തറിലുമാണ് മരിച്ചിരിക്കുന്നത്. രണ്ടുപേരും അയൽവാസികളാണ്. ഇങ്ങനെ പൊടുന്നനെയുള്ള മരണം നമ്മുടെ നാട്ടിലേക്ക് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് എടുത്ത കുത്തിവെപ്പിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെ, നമ്മൾ കൊറോണ സമയത്ത് ഒരുപാട് ആളുകള് കുത്തിവെപ്പ് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞ് ഒരുപാട് ടെൻഷൻസ് ഇപ്പൊ പല ആളുകൾക്കും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ, കുത്തിവെപ്പെടുത്ത ആളുകൾക്കൊക്കെ കുഴഞ്ഞു വീഴാൻ അല്ലെങ്കിൽ ഹൃദയാഘാതം വരാൻ സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചാരണമുണ്ട്. എന്തോ ആവട്ടെ, അതൊന്നും കൂടുതലും മനസ്സിൽ വെച്ച് നമ്മൾ നടക്കരുത്. നമ്മളിങ്ങനെ ഏതിലേക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അതിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ തളർന്നു വീഴുമോ, കുഴഞ്ഞു വീഴുമോ എന്നുള്ള ചിന്തയുമായിട്ട് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തളർച്ചയും കുഴച്ചിലൊക്കെ വന്നുകൊണ്ടിരിക്കും. എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇപ്പൊ പ്രത്യേകിച്ചിട്ട് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ദിനം പ്രതി നമ്മുടെ നാട്ടിലേക്ക് ഓരോ സഹോദരന്മാരുടെ മയ്യത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹൃദയാഘാതം മൂലം പെട്ടെന്ന് തളർന്നു വീണു മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ പല കാര്യകാരണങ്ങളുണ്ട്. ഇപ്പൊ നാട്ടിലാണെങ്കിലും വിദേശത്തിലാണെങ്കിലും കൂടുതൽ ആളുകൾക്ക് ഈ ഭക്ഷണത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നേരം എന്തെങ്കിലും കഴിച്ച് അതിന്റെ പേരിലൊന്നും പെട്ടെന്ന് തളർച്ചയോ അല്ലെങ്കിൽ ഹൃദയാഘാതമൊന്നും കൂടുതൽ വരാൻ സാധ്യതയില്ല. അതിനേക്കാൾ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഉറക്കമൊഴിച്ചിരിക്കും, ഒരുപാട് നേരം ഉറക്കമൊഴിച്ചിരിക്കുന്ന ആളുകൾക്ക് അതൊരു ദിവസമോ 2 ദിവസമോ ഒന്നും അല്ല. ഇപ്പൊ വിദേശത്തിലുള്ള ആളുകളാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളാവട്ടെ സ്ഥിരമായിട്ട് 1 മണി 2 മണിക്കൊക്കെ കിടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് ഉറക്കമൊഴിക്കുകയും അസമയത്ത് ഭക്ഷണങ്ങൾ വാരി വലിച്ച് കഴിക്കുകയും അതിന്റെ പുറമെ സ്ഥിരമായിട്ട് പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഹൃദയാഘാതം അല്ലെങ്കിൽ തളർച്ച പോലുള്ളത് നമ്മൾ വിരുന്ന് വിളിച്ചു വരുത്തുന്നത് പോലെയാണ് കാണുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ മരണ വാർത്ത അറിയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല, ആർക്കെങ്കിലും അറിയാതെ ഇരിക്കുന്നുവെങ്കിൽ അറിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാരകമായ രോഗങ്ങളിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ഇതുപോലെ തളർച്ചകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ലൊരു മെഡിസിൻ ആണ് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മരുന്നാണ് രാത്രിയിൽ നേരത്തെ ഉറങ്ങുക എന്നുള്ളത്. ജോലിയുടെ ഭാഗമായിട്ട് പല ആളുകൾക്കും ഉറക്കമൊഴിക്കേണ്ടി വരും. പക്ഷെ സ്ഥിരമായിട്ട് ഈ ബെടായി പറഞ്ഞിരിക്കാനും അല്ലെങ്കിൽ വെറുതെ കറങ്ങി നടക്കാനും ആരെങ്കിലും സമയം ചിലവഴിക്കുന്നു എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അത് നിങ്ങളെ കൂടുതൽ മഹാരോഗങ്ങളിലേക്ക് അടുപ്പിക്കുകയാണ്. രാത്രി അങ്ങനെ ഒരുപാട് സമയം ഉറക്കമൊഴിച്ച് സൊറ പറഞ്ഞിരിക്കുന്നത് നല്ലതല്ല. ഹൃദയാഘാതങ്ങൾ അതുകൊണ്ടാണ് സ്ട്രോക്കൊക്കെ കൂടുതൽ വരുന്നത്. നമ്മൾ ശരിക്കും ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ശരീരത്തിന് നല്ലൊരു ആശ്വാസം കിട്ടും, മനസ്സിന് ഒരു സമാധാനം കിട്ടും, നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ റെസ്റ്റ് കിട്ടുന്ന സമയത്ത് രാത്രി ഉറക്കത്തിലാണ് ഹീലിംഗ് നടക്കുന്നത്. ഇനി അതിനപ്പുറം നമ്മുടെ നാട്ടിലുള്ള കുടുംബങ്ങള്, ഭാര്യയാവട്ടെ അല്ലെങ്കിൽ ഉമ്മയാവട്ടെ, ആരാണെങ്കിലും ശ്രദ്ധിക്കുക, അനാവശ്യമായിട്ട് ഓരോ സ്ട്രെസ്സും ടെൻഷനും വിളിച്ചു പറയും.
ഒരിടത്ത് ഭാര്യയുടെ കോൾ വരും, മറ്റൊരിടത്ത് ഉമ്മയുടെ കോള് വരും, മറ്റൊരിടത്ത് പെങ്ങളുടെ കോള് വരും. ഇതെല്ലാം സ്വീകരിക്കേണ്ടത് ഈ വിദേശത്ത് ഒരുപാട് ജോലി ചെയ്ത് സ്ട്രെസ് സഹിച്ച് നടക്കുന്ന ആ സുഹൃത്തുക്കളാണ്, ആ പാവങ്ങളാണ്. അപ്പൊ ഭാര്യയെ ഒഴിവാക്കാൻ പറ്റൂല, ഉമ്മയെയും ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഇവരെ എല്ലാവരെയും കൂടിയിട്ട് ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കും, സുഖമായി കിടന്നുറങ്ങും, ഓരോരുത്തരുടെ കാര്യങ്ങൾ ഓരോരുത്തർ വിളിച്ചു പറയും. അതിന്റെ അപ്പുറം നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം തലയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവാസികളായ സുഹൃത്തുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് മാനസികമായിട്ട് സന്തോഷം ലഭിക്കില്ല. ഒരു ഭാഗത്ത് ഉമ്മയെ കുറിച്ച് ഓർക്കുന്നു, മറുഭാഗത്ത് ഭാര്യയെ കുറിച്ച് ഓർക്കുന്നു. താങ്ങാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ട് പലരും ഉറക്കം വരാതെയാണ് പുറത്തിറങ്ങി നടക്കുന്നത്. ടെൻഷനും സ്ട്രെസ്സും മാറ്റാൻ പുകവലിച്ചുകൊണ്ടിരിക്കും. പലവരും മദ്യപിക്കുന്നതുണ്ട്. കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് എന്നോട് പറയാറുണ്ട്, സാറേ രണ്ടടിച്ചണ്ട് കിടന്ന ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞതിനെ കുറിച്ച്, ഭാര്യ പറഞ്ഞതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളാണ് മുഴുവൻ മനസ്സിൽ. അപ്പൊ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് ഇടങ്ങറായിട്ട് വിദേശത്തേക്ക് പോയിട്ടുള്ള നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ മക്കളെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നമ്മളായിട്ട് കൊല ചെയ്യരുത്. പല കാരണങ്ങളുണ്ട്. ഈ ഹൃദയാഘാതം വരുന്നതിനൊക്കെ ഒരുപാട് കാര്യകാരണങ്ങളുണ്ട്. ഈ സുഹൃത്തുക്കളുടെ മരണം മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്ന് മാത്രം ഇവരുടെ കുടുംബത്തിലോ അതല്ലെങ്കിൽ ഇവരുടെ മരണത്തിനോ ഇത് കാരണമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പലപ്പോഴും കൂടുതലായിട്ട് ഇങ്ങനെ മാരകമായിട്ടുള്ള തളർച്ച വരുന്നതും ഹൃദയാഘാതം വരുന്നതിന്റെയും ബാക്കില് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും കടബാധ്യതകളും ബിസിനസ്സിലുള്ള വിഷമങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് പലർക്കും തളർച്ചകൾ. പലപ്പോഴും സ്ട്രോക്ക് ബാധിച്ച് നമ്മുടെ അടുത്ത് വന്ന സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയും, സാറേ അന്ന് ആകെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന സമയമായിരുന്നു, പിന്നെ ടെൻഷൻ കയറി, പിന്നെ തളർച്ച വന്നു, അതിനെ ചികിത്സിക്കാൻ കുറെ പൈസ ചെലവായി. പൈസ ആരെങ്കിലും ആയിട്ട് തരും, ഞാനും തന്നിട്ടില്ലെങ്കിൽ നാട്ടുകാർ ചെലവഴിക്കും പിരിവിട്ടിട്ടെങ്കിലും. പക്ഷെ പഴയ ആരോഗ്യം നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യന് സമാധാനവും സന്തോഷവും ലഭിക്കുമ്പോൾ മാത്രമേ പൂർണ്ണ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അതല്ല ഏത് ബിസിനസിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തലുകളും അസ്വസ്ഥതകളുമാണ് നമ്മൾ കൈമാറുന്നുവെങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ കൂടാൻ സാധ്യത കൂടുതലാണെന്നാണ് ഈ ഒരു വാർത്തക്ക് അല്ലെങ്കിൽ ഈ സംഭവങ്ങൾക്ക് പിറകെ സൂചിപ്പിക്കുവാനുള്ളത്. നമുക്കൊരു ചെറിയ ചിന്ത നമ്മുടെ കുടുംബത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ നമ്മുടെ ഇണകളോട് പാർട്ട്ണർമാരോട് ഉണ്ട് എങ്കിൽ കൂടുതലായിട്ട് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കില്ല. ആ ബുദ്ധിമുട്ടി ഒഴിവാക്കാൻ ഈ ഒരു വീഡിയോ കാരണമാവട്ടെ. പറ്റുന്നവരൊക്കെ ഓരോ കുടുംബത്തിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളിതൊന്നും അറിയാതെ ഇപ്പൊ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വാപ്പാക്ക് പറ്റുന്നത് വാപ്പ പറയും, ഉമ്മാക്ക് പറ്റുന്ന ഉമ്മ പറയും, ഭാര്യക്ക് പറഞ്ഞ ഭാര്യ പറയും. അവരൊരു ഉമ്മാക്കിന്റെ മോനാണെന്നുള്ള ഒരു എന്താ അവകാശം വാപ്പാക്കും അങ്ങനെ. അതിന്റെ അപ്പുറം പെങ്ങന്മാർക്ക് ആങ്ങളാണെന്നുള്ളത്, അതിനപ്പുറം ഭാര്യക്ക് എന്റെ സ്വന്തം ഭർത്താവാണെന്ന് വിചാരിച്ചിട്ടല്ല. നിങ്ങളിതെല്ലാം വാരി വലിച്ചു പറയുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്, ഉറക്കം കിട്ടുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുടുംബക്കാരെ നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഒരു ചെറിയ ശ്രദ്ധ ഉണ്ട് എങ്കിൽ വലിയ അപകടവും മരണവും നിങ്ങൾക്ക് ഒഴിവാക്കാം, ഒരുപാട് പേർക്ക് ആയുസ്സുള്ളതാക്കാം. ഓക്കെ, ഒത്തിരി സ്നേഹത്തോടു കൂടി റസാഖ് നിസാം.